ഹായ്, ഞാനൊരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലാണ്. ഹയർ വ്യൂ ഇൻ്റർവ്യൂ, നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ഇപ്പോൾ പല കമ്പനീസും ആപ്ലിക്കൻസിനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഇൻ്റർവ്യൂ പ്ലാറ്റ്ഫോമാണ് ഹയർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഇഷ്വിക ക്രോണിക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വീണ, ആയുർവേദ ഡോക്ടറാണ്, പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണലാണ്, അതേപോലെ തന്നെ ക്ലിനിക്കൽ റിസർച്ചറാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഹയർ വ്യൂ ഇൻ്റർവ്യൂ പ്രോസസ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ആവശ്യമുള്ള ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക. ആദ്യമായി നമുക്ക് അറിയേണ്ടത് എന്താണ് ഹയർ വ്യൂ എന്ന് പറഞ്ഞാൽ. ഹയർ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഇൻ്റർവ്യൂയിങ് പ്ലാറ്റ്ഫോമാണ്. അത് പല കമ്പനീസും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ അസസ്മെൻറ്റ് നമ്മൾ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു ലൈവ് ഇൻ്റർവ്യൂവർ ഇല്ലാതെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹയർ വ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മളുടെ കമ്പ്യൂട്ടറിനോട് അല്ലെങ്കിൽ ലാപ്ടോപ്പിനോട് അല്ലെങ്കിൽ ഫോണിനോട് സംസാരിക്കുന്നത് പോലെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞ് സബ്മിറ്റ് ചെയ്യുന്നതാണ് ഈ ഹയർ വ്യൂ ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് ചെയ്യുന്നത് അത്ര ഈസി അല്ല. കാരണം ഒരു ടൈം ഫ്രെയിം അവർ തന്നിട്ടുണ്ടാവും. ആ ടൈം ഫ്രെയിമിനുള്ളിൽ വേണം നമ്മളുടെ ആൻസർ ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനും സെൻഡ് ചെയ്യാനും പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഹയർ വ്യൂ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യൂഷ്വലി വരുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി എന്താണ് ആ ഹയർ വ്യൂ ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനി നമ്മളുടെ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് അയച്ചു തരും. ഹയർ വ്യൂ ഇൻ്റർവ്യൂ പ്രോസസ്സിൻ്റെ ഹയർ വ്യൂ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് ആദ്യം സെൻഡ് ചെയ്ത് തരും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഹയർ വ്യൂ പ്ലാറ്റ്ഫോമിൻ്റെ എൻ്റർ ആയി കഴിയും. അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഹയർ വ്യൂ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ അതിലുണ്ടാവും. ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇൻഫർമേഷനും ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ചു കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് കമ്പനിയാണോ ആ കമ്പനീനെ കുറിച്ചും ഒരു ഓവർവ്യൂ അതിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. യൂഷ്വലി എനിക്ക് ഒരു 8 ക്വസ്റ്റ്യൻസോളാണ് ഈ ഒരു പ്രോസസ്സിൽ ഉണ്ടായിരുന്നത്. ഇതൊരു സ്ക്രീനിങ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അധികവും ബിഹേവിയറൽ അല്ലെങ്കിൽ സിറ്റുവേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ നമുക്കിതിൽ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു 30 to 60 seconds ഒരു പ്രിപ്പറേഷൻ ടൈം നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആൻസർ ചെയ്ത് അയക്കണം എന്നില്ല. പല ക്വസ്റ്റ്യൻസിലും നമുക്ക് ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്സ് അലൗഡ് ആയിരിക്കും. ഈ ഇൻസ്ട്രക്ഷനൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും. എത്ര ടൈമാണ് അത് റെക്കോർഡ് ചെയ്യാനുള്ള ടൈം എത്രയാണ്, അതേപോലെ തന്നെ എത്ര അറ്റംപ്റ്റ് ഉണ്ട് എന്നൊക്കെ അതിലുണ്ടാവും. മിനിമം ഒരു 2 അറ്റംപ്റ്റ് വരെ എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ടൈം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും നമ്മളുടെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് ആ റെക്കോർഡിംഗ് ടൈമിനാണ്. കാരണം ആ ടൈം കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതൊരു ബിഗ് ടാസ്ക് ആണ്. കാരണം നമ്മൾ ലൈവ് ഇൻ്റർവ്യൂവിൽ ആ ഒരു പ്രോബ്ലം ഇല്ല. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യന് കുറച്ച് പോയിന്റ്സ് കുറച്ച് കൂടുതൽ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരാൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ കേസിൽ നമ്മൾ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇൻകംപ്ലീറ്റ് ആൻസർ ആവും. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ടായിരിക്കണം അവർ ഒരു 2 അറ്റംപ്റ്റ്സ് വരെ എല്ലാ ക്വസ്റ്റ്യനും തരുന്നത്. 2 അല്ല, അതിൽ കൂടുതലും തരും. അത് ഓരോ കമ്പനി അനുസരിച്ചാണ്, ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. നമ്മുടെ മെയിൻ പോയിന്റ്സ് വെച്ച് പറയാൻ ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മളുടെ ക്യാമറ, മൈക്രോഫോൺ, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതൊക്കെ സ്റ്റേബിൾ ആണ്, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് റൺ പോലെ നമുക്ക്
ജസ്റ്റ് ആ ക്യാമറയൊക്കെ ഒന്ന് ഓണാക്കി അതിൽ സംസാരിച്ച ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ മുന്നേ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ്ലി, നമ്മളുടെ ഏരിയ, നമ്മൾ എവിടെ നിന്നാണോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഏരിയ ക്വയറ്റ് ആയിട്ടുള്ള, അതേപോലത്തെ ഒരു ഇൻ്ററപ്ഷനും വരാത്ത ഒരു ഏരിയ ആയിരിക്കണം. അതേപോലത്തെ നന്നായിട്ട് ലൈറ്റൊക്കെ ഉള്ള, നമ്മളുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ എല്ലാ ഇൻ്റർവ്യൂവിലും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മളെ ഡ്രസ്സിങ്, ഇതൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും പ്രൊഫഷണലായിട്ട് ഡ്രസ്സ് ചെയ്യണം. കാരണം ഇതൊരു ഒരു ഫോർമൽ ഇൻ്റർവ്യൂ തന്നെയാണ്. അപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. പ്രൊഫഷണൽ ഡ്രസ്സ് വേണം ഇതിൻ്റെ സമയത്ത് ധരിക്കാൻ. പിന്നെ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിൽ ചെയ്യുന്ന പോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട്, അധികം സ്പീഡൊന്നും കൂട്ടാതെ ക്ലിയർ ആയിട്ട് പറയുന്ന ആൻസർ ക്ലിയർ കൺസൈസ് ആയിട്ട് പറയാൻ ശ്രദ്ധിക്കുക. കാരണം ടൈം ഉള്ളത് കൊണ്ട് തന്നെ റഷ് ചെയ്ത് ആൻസർ സ്പീഡിൽ പറഞ്ഞിട്ട് മിസ്റ്റേക്ക് വരുത്താതെ സ്ലോലി ആലോചിച്ച് കൺസൈസ് ആയിട്ട് ആൻസർ പറയാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൻസർ പറയുമ്പോൾ എപ്പോഴും ക്യാമറയിൽ ഐ കോണ്ടാക്ട് വരുന്ന രീതിയിൽ പറയാൻ ശ്രദ്ധിക്കുക. അത് കോൺഫിഡൻസ് ഉള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടും, അതേപോലെ തന്നെ നമ്മൾ വേറൊന്നും മാൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. അപ്പോൾ എപ്പോഴും ഐ കോണ്ടാക്ട് ക്യാമറയിൽ ആക്കി പറയാൻ ശ്രദ്ധിക്കുക. പിന്നെ ഹയർ വ്യൂ പ്ലാറ്റ്ഫോം തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം ഫസ്റ്റ് ടൈമാണ് ഹയർ വ്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഒറിജിനൽ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. ഇനി ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, മെയിൻലി വരുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ബിഹേവിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ജനറലി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്തായാലും ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആയിരിക്കും. എനിക്ക് വന്ന 2 ഇൻ്റർവ്യൂവിലും ഹയർ വ്യൂ ഇൻ്റർവ്യൂവിലും അത് തന്നെയായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ 1 മിനിറ്റ് ആയിരിക്കും മോസ്റ്റ്ലി അതിൻ്റെ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും അതിന് ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ 1 മിനിറ്റ് ഉള്ള ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഒരു പ്രിപ്പയർ ചെയ്ത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ വരുന്നത് മെയിൻലി നമ്മളുടെ പ്രീവിയസ് ജോബ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മളുടെ ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റീസ് എന്തായിരുന്നു, അല്ലെങ്കിൽ ചലഞ്ചിങ് സിറ്റുവേഷൻ, അതും അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറലി ഈ സ്ക്രീനിങ് ഫേസിൽ വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോയിന്റ്സ് ഒക്കെ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ പോയിന്റ്സ് ഒന്നും വിട്ടു പോവാതെ പോയിന്റ്സ് എല്ലാം ഉൾക്കൊള്ളിച്ച് ആൻസർ ചെയ്യാൻ അത് ഉപകാരപ്പെടും. മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ലിങ്കിൽ കയറുമ്പോഴേക്കും നമുക്ക് ടെൻഷനാവും. ടൈമിൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് അങ്ങനെയായിരുന്നു, ഭയങ്കര ടെൻഷനാവും. പിന്നെ നമ്മളുടെ ആൻസേഴ്സ് ഒക്കെ പല വഴിക്ക് പോവും. അതുകൊണ്ട് തന്നെ 2 അറ്റംപ്റ്റ് ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട്. പക്ഷേ എപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആൻസർ ചെയ്ത് ശീലിക്കുക. കാരണം കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഒരു കംഫർട്ട് സ്പേസിൽ നിന്നാണ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഒരാളില്ല. ഇതൊക്കെ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ അറ്റംപ്റ്റ് ഉണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ച് നല്ല ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത്, അതേപോലെ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്മൈലിംഗ് ഫേസോട് കൂടി തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.